ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ടൈപ്സ് ഓഫ് റിലേഷൻ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും സോൾവ് ചെയ്തു. ഇന്ന് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 1.1 പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. First question, determine whether each of the following relations are reflexive, symmetric and transitive. First question, relation R in the set A is equal to set 1, 2, 3, 4 etc. up to 14 defined as R is equal to set of all ordered pairs xy such that 3x minus y equal to 0. ഈ റിലേഷൻ സിമ്മട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് A is equal to set 1, 2, 3, 4 etc. up to 14 defined as R is equal to set of all ordered pairs xy such that 3x minus y equal to 0. അതായത് 3x minus y equal to 0 ആകത്തക്ക രീതിയിലുള്ള A ക്രോസ് എയിലെ പേഴ്സ് കണ്ടെത്തണം. അത് A ക്രോസ് എ എഴുതണമെന്നില്ല. 3x മൈനസ് വൈ ഈക്വൽ ടു 0. ഇവിടെ എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് 3x ഈക്വൽ ടു ദിസ് മൈനസ് വൈ റൈറ്റ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പ്ലസ് വൈ, അതായത് 3x ഈക്വൽ ടു വൈ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന പേഴ്സ് എ ക്രോസ് ചെയ്ത് കണ്ടെത്തണം. അതിനുവേണ്ടി ആദ്യം എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് when x equal to 1, 3 into 1 equal to y, that is 3 into 1, 3 equal to y. അതായത് x 1 ആകുമ്പോൾ y 3, that is 1 pair is equal to set 1, 3. Next when x equal to 2, 3 into 2 equal to y, that is y is equal to 3 2s are 6, then pair x equal to 2, y equal to 6, that is 2, 6. Next when x equal to 3, that is y equal to 3 into 3 equal to 9, that is pair 3, 9. When x equal to 4, then y is equal to 3 into 4 equal to 12. Therefore pair is equal to 4, 12. Then when x equal to 5, then y is equal to 3 into 5, 15. ആ 15 സെറ്റ് ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ആ പെയർ എടുക്കേണ്ട ആവശ്യമില്ല. That is therefore relation R is equal to set 1, 3, 2, 6, 3, 9 and 4, 12. ഈ 4 പേഴ്സ് ആണ് ഈ റിലേഷനുള്ള എലമെന്റ്സ്. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പരിശോധിക്കണം. ആദ്യം റിഫ്ലെക്സീവ് എന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് റിഫ്ലെക്സീവ്? ഇഫ് എ ബിലോങ്സ് ടു സെറ്റ് എ, ദെൻ എ ബിലോങ്സ് ടു റിലേഷൻ ആർ. സെറ്റ് എയിലെ ഒരു എലമെന്റ് ആണ് എ എങ്കിൽ എ ആ റിലേഷൻ ഉണ്ടായിരിക്കണം. ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 ബിലോങ്സ് ടു സെറ്റ് എ, ദെൻ റിഫ്ലെക്സീവ് നിയമപ്രകാരം 1, 1 ഈ റിലേഷനിൽ ഒരു എലമെന്റ് ആയിരിക്കണം. പക്ഷെ 1, 1 ഈ റിലേഷൻ ഇല്ല. 1, 1 നോട്ട് ബിലോങ്സ് ടു ആർ. therefore R is not reflexive. നെക്സ്റ്റ് ആർ സിമ്മട്രിക് ആണ് പരിശോധിക്കാം. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബി എ ബിലോങ്സ് ടു ആർ. എ ബി റിലേഷനിലെ എലമെന്റ് ആണെങ്കിൽ ഇത് തിരിച്ചെഴുതുമ്പോഴുള്ള ബി എയും റിലേഷനിലെ എലമെന്റ് ആയിരിക്കണം. ഉദാഹരണം 1, 3 belongs to R. ഇത് തിരിച്ചെഴുതുമ്പോഴുള്ള 3, 1 ഈ റിലേഷനിൽ ഇല്ല. ബട്ട് 3, 1
not belongs to R, therefore R is not symmetric. Next relation transitive ആണെന്ന് ചെക്ക് ചെയ്യാം. Transitive means if AB belongs to R, BC belongs to R, implies AC belongs to R. അതായത് വൺ പെയർ എ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത പെയർ ബി സി ബിലോങ്സ് ടു ആർ, ദെൻ എ സി ബിലോങ്സ് ടു ആർ. ഇതാണ് ട്രാൻസിറ്റീവ്. ഇവിടെ ഫസ്റ്റ് എലമെന്റ് 1 3 ബിലോങ്സ് ടു ആർ, ഇവിടെ അവസാനിക്കുന്നത് 3. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പെയർ 3 9. 3 9 ബിലോങ്സ് ടു ആർ, ദെൻ 1 9 ഈ റിലേഷൻ ഉണ്ടായിരിക്കണം. 1 9 ചെക്ക് ചെയ്യുമ്പോൾ 1 9 ഈ റിലേഷനിൽ ഇല്ല. ദാറ്റ് ഈസ് 1 9 നോട്ട് ബിലോങ്സ് ടു റിലേഷൻ ആർ, therefore R is not transitive. അതായത് ഈ റിലേഷൻ റിഫ്ലെക്സീവോ സിമ്മട്രിക്കോ ട്രാൻസിറ്റീവോ അല്ല. Second question, relation R in the set n of natural numbers defined as R is equal to set of xy such that y is equal to x plus 5 and x less than 4. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന പെയേഴ്സ് കണ്ടെത്തണം. Given x less than 4, this means x ന്റെ വാല്യൂ 4നേക്കാൾ ചെറുതായിരിക്കും, നാച്ചുറൽ നമ്പേഴ്സും ആയിരിക്കണം. അതായത് x is equal to 4നേക്കാൾ ചെറിയ നമ്പേഴ്സ് 3 2 1, then 0 -1 -2 ഒന്നും നാച്ചുറൽ നമ്പേഴ്സ് അല്ലാത്തത് കൊണ്ട് അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. therefore x is equal to 1 2 3. ഇതിന് കറസ്പോണ്ടിങ് ആയ y-യുടെ വാല്യൂസ് കാണണം. അതായത് y equal to x plus 5 when x equal to 1, y equal to 1 plus 5 equal to 6. therefore pair x equal to 1 y 6 1 6. next when x equal to 2, y equal to 2 plus 5 equal to 7, then pair 2 7. next when x equal to 3, y equal to 3 plus 5 equal to 8, then pair is equal to 3 8. therefore റിലേഷനിലെ മെമ്പേഴ്സ് ആണ് 1 6 2 7 3 8. therefore relation R equal to set 1 6 2 7 3 8. ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ പരിശോധിക്കാം. ഇഫ് എ ബിലോങ്സ് ടു സെറ്റ് എൻ, ദെൻ എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. ഇവിടെ പരിശോധിക്കുമ്പോൾ 1 1 2 2 3 3 4 4 എന്നീ പേഴ്സ് ഒന്നും സെറ്റ് ആറിലില്ല. therefore it is not reflexive. here 1 belongs to natural number n, but 1 1 not belongs to relation R, therefore R is not reflexive. next R symmetric ആണ് പരിശോധിക്കുക. if AB belongs to R implies BA belongs to R. 1 6 belongs to R, but ഇത് തിരിച്ചെഴുതുമ്പോഴുള്ള 6 1 ഈ റിലേഷനിൽ ഇല്ല. but 6 1 not belongs to R, therefore R is not symmetric. നെക്സ്റ്റ് റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് നോക്കാം. എന്താണ് ട്രാൻസിറ്റീവ്? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബിയിൽ സ്റ്റാർട്ട് ചെയ്ത പെയർ ബി സി ബിലോങ്സ് ടു ആർ, ഇംപ്ലൈസ് എ സി
belongs to R. ഇതേ രീതിയിലുള്ള പേഴ്സ് ഉണ്ടെങ്കിൽ we can say that R is transitive. First element 1 6 belongs to R. ഇവിടെ എൻഡ് ചെയ്യുന്ന നമ്പർ 6 സ്റ്റാർട്ട് ചെയ്യുന്ന പേഴ്സ് ഇതിലില്ല. Then next pair 2 7 belongs to R. 7 സ്റ്റാർട്ട് ചെയ്യുന്ന പേഴ്സ് ഇതിലില്ല. നെക്സ്റ്റ് 3 8 belongs to R. 8 സ്റ്റാർട്ട് ചെയ്ത പേഴ്സ് ഇതിലില്ല. ഇങ്ങനെ പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല എന്നുള്ള ആൻസർ ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. പക്ഷെ തെറ്റായ ആൻസർ ആണ്. എ ബി ബിലോങ്സ് ടു ആർ, ബി സി ബിലോങ്സ് ടു ആർ. ഇങ്ങനെയാണെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ. ഇവിടെ ബി സി എന്ന പെയർ ഇല്ലാത്തത് കൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന അർത്ഥം വരുന്നില്ല. ഈ പെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് ഇല്ല എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ട്രാൻസിറ്റീവ് എന്നാണ്. അതായത് ഈ റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. therefore R is transitive. Third question, relation R in the set A is equal to set 1 2 3 4 5 6 as R equal to set of all odd pairs xy such that y is divisible by x. Y is divisible by x means y യെ x കൊണ്ട് കൃത്യമായി ഡിവൈഡ് ചെയ്യാം. y യെ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അതാണ് y is divisible by x. എക്സാമ്പിൾ 3 6. Condition y is divisible by x. First x, then y. 3 6. Then 6 is divisible by 3, which means 6നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടും. Then next pair 1 8. Here 8 is divisible by 1, that is 8 by 1. 8 ones are 8, remainder 0. അതായത് ഒരു നമ്പറിനെ മറ്റു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിലാണ് ഡിവിസിബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് 1 2 3 4 5 6. ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന പേഴ്സ് എ ക്രോസ് എയിൽ നിന്ന് കണ്ടെത്തണം. എ ക്രോസ് എ ഡയഗ്രം രീതിയിൽ കണ്ടെത്താം. സെറ്റ് എ, then സെറ്റ് എ 1 2 3 4 5 6 1 2 3 4 5 6. First 1 1 1 2 1 3 1 4 1 5 1 6 1 1 1 2 1 3 etc. ഈ പേഴ്സ് എല്ലാം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അതായത് 1 1 മീൻസ് 1 ഈസ് ഡിവിസിബിൾ ബൈ 1. ഹിയർ 2 ഈസ് ഡിവിസിബിൾ ബൈ 1. 3 ഈസ് ഡിവിസിബിൾ ബൈ 1 etc. Then 2 1 2 2 2 3 2 4 etc. 2 1 2 2 2 3 2 4 etc. Here 1 is not divisible by 2. അതായത് 1 is not divisible by 2. 2 is divisible by 2. 3 is not divisible by 2. Remainder 1 വരും. 4 is divisible by 2. First relation reflexive ആണെന്ന് നോക്കാം. Reflexive means if A belongs to set A, then AA belongs to relation R. Here 1 belongs to A, then 1 1 also belongs to relation. That is 1 is divisible by 1. Then 2 2 belongs to R, 3 3 belongs to R. Therefore R is reflexive. Then symmetric ആണ് ചെക്ക് ചെയ്യാം. Symmetric means if AB belongs to R implies BA belongs to R. Here 1 6 belongs to R.
അതായത് 6 is divisible by 1. Therefore 1 6 belongs to R. ഇത് തിരിച്ചെഴുതിയാൽ 6 1. Its meaning 1 is divisible by 6. 1 is divisible by 6. 0 6 are 0. Remainder 1. ഇവിടെ റിമൈൻഡർ 0 അല്ലാത്തത് കൊണ്ട് 1 is not divisible by 6. That is 6 1 ഈ റിലേഷനിലെ എലമെന്റ് അല്ല. 1 6 belongs to R, but 6 1 not belongs to R. Therefore R is not symmetric. Next relation transitive ആണ് ചെക്ക് ചെയ്യാം. Transitive means if AB belongs to R, then B യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന BC belongs to R implies AC belongs to R. Example 1 1 belongs to R, then 1 is started in another pair 1 2. 2 is divisible by 1 belongs to R implies 1 2 belongs to R. എന്ന് പരിശോധിക്കാം. 1 2 means 2 is divisible by 1, therefore 1 2 also belongs to R. The next example 2 6. 6 is divisible by 2 belongs to R. Then 6 will start ചെയ്യുന്ന 6 6. ഇവിടെ ലാസ്റ്റ് എലമെന്റ് 6 ആയതുകൊണ്ട് 6 ന് മുകളിലേക്ക് പോകാൻ പാടില്ല. 6 6 belongs to R because 6 is divisible by 6. Therefore 6 6 belongs to R implies 2 6 belongs to R because 6 is divisible by 2. ഇതേ രീതിയിൽ y is divisible by x സാറ്റിസ്ഫൈഡ് ആകുന്ന പേഴ്സ് എടുക്കുമ്പോൾ AB belongs to R, BC belongs to R implies AC belongs to R എന്ന രീതിയിലുള്ള പേർ കിട്ടുന്നു. ഇതിന്റെ മീനിങ് R is transitive. Then fourth question, relation R in the set Z of all integers defined as Z is equal to set of all ordered pairs x y such that x minus y is an integer. ഇവിടെ ഡിഫൈൻ ചെയ്ത സെറ്റ് Z ഇന്റീജേഴ്സ് ആണ്. Which are integers? Integers are 0, 1, 2, 3, 4, etc. Then below 0, minus 1, minus 2, minus 3, etc. ഇതാണ് integers. നാം പഠിച്ചിട്ടുണ്ട് ഏത് രണ്ട് ഇന്റീജർ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും the result is also an integer. Example 3 is an integer, 5 is an integer. Then addition 3 plus 5 8 is also integer. Then 3 is an integer, 5 is an integer. Subtraction 3 minus 5 equal to minus 2 also an integer. ഏത് രണ്ട് ഇന്റീജേഴ്സ് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസറും ഇന്റീജർ ആയിരിക്കും. നമുക്ക് അത് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. റിഫ്ലെക്സീവ് മീൻസ് ഇഫ് A belongs to set A, then A belongs to relation R. Consider one integer 3 belongs to Z, then 3 3 belongs to relation ആണ് എന്ന് ചെക്ക് ചെയ്യാം. 3 3 belongs to R ആകണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു ഇന്റീജർ ആയിരിക്കണം. 3 minus 3 equal to 0 is 0 integer ആയതുകൊണ്ട് 3 3 belongs to R. ഇതേ രീതിയിലുള്ള ഏത് പേഴ്സ് സെലക്ട് ചെയ്താലും അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഇന്റീജർ ആയിരിക്കും. Therefore relation R is reflexive. AB belongs to R implies BA belongs to R. But one pair 5 8 belongs to R because 5 minus 8 is equal to minus 3. Minus 3 ഒരു ഇന്റീജർ ആയതുകൊണ്ട് 5 8 belongs to R. Then ഇത് തിരിച്ചെഴുതിയാൽ 8 5
ഇത് റിലേഷനിലെ ഒരു എലമെന്റ് ആണ് ചെക്ക് ചെയ്യണം. കണ്ടീഷൻ സബ്ട്രാക്ഷൻ ഇസ് ആൻ ഇന്റീജർ, ദാറ്റ് ഈസ് 8 minus 5 equal to 3. 3 is an integer. Therefore, 85 also belongs to R. ഇങ്ങനെ ഏത് പെയർ എ ബി എടുത്താലും ബി എ എന്നൊരു പെയർ ഈ റിലേഷൻ ഉണ്ടായിരിക്കും. Therefore, R is symmetric. ഇനി റിലേഷൻ ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് മീൻസ് if AB belongs to R, BC belongs to R, then AC belongs to R. Consider the pair 4, 5. It is belongs to R because x minus y, that is 4 minus 5 equal to minus 1. It is an integer, therefore 4, 5 belongs to R. Then 5 will start to say the മറ്റൊരു pair 5, 8. 5 minus 8 is equal to minus 3. Minus 3 is an integer. Therefore 5, 8 also belongs to R. Which implies 4, 8 belongs to R. ആകുമ്പോൾ ചെക്ക് ചെയ്യാം. 4 minus 8 is equal to minus 4. Minus 4 is an integer. Therefore 4, 8 also belongs to R. ഇങ്ങനെ ഏത് രണ്ട് പേഴ്സ് എ ബി ബി സി എടുത്താലും എ സി എന്ന പെയർ ഈ റിലേഷൻ ഉണ്ടായിരിക്കും. Therefore, this relation R is transitive. എക്സസൈസ് 1.1 ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 5 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് 4 നമ്മൾ സോൾവ് ചെയ്തു. 5th ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.